بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദാണ് വിശദീകരിച്ചത്. ഇനി സൂറത്തുൽ ഫജ്ർ അതുപോലെ വൽ ഫജ്ർ ഈ സൂറത്തിൻ്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. സൂറത്ത് മക്കിയത്താണ്. ഇതിൽ പരലോക വിശ്വാസമാണ് ഇതിൽ ഊന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശ്വാസ കാര്യങ്ങളെ നിഷേധിക്കുന്ന ജനസമൂഹം നിഷേധിച്ചിരുന്നവർക്കുണ്ടായ ശിക്ഷയെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും കാര്യങ്ങളെ ഉണർത്തുകയാണ്. അതും തുടക്കത്തിൽ 5 ശബ്ദങ്ങൾ 5 സത്യങ്ങൾ നിർവഹിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം ഉണർത്തുന്നത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 സത്യങ്ങളാണ്. ഒന്ന് വൽ ഫജ്ർ, ഫജ്റാണ് സത്യം. വലയാലിൻ അശ്ർ 10 ലയാൽ രാവുകൾ, അതാണ് സത്യം. വശഫ് ഷഫ് ആണ് സത്യം. വൽ വത്ർ വത്റാണ് സത്യം. വല്ലൈൽ ഇദാ യസ്ർ വല്ലൈൽ രാത്രിയാണ് സത്യം. ഇദാ യസ്ർ ഇദാ യസ്രി എന്നർത്ഥം. രാത്രി ചരിച്ചുകൊണ്ടിരുന്നാൽ സറ യസ്രി സെരി എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള സഞ്ചാരത്തിനാണ് പറയാം. രാത്രിയിലുള്ള സഞ്ചാരം. അപ്പോൾ രാത്രി ചലിച്ചാൽ ഇതിൻ്റെ ഉദ്ദേശം
എന്ത് ചെയ്യുന്നത്? മുഫസ്സിരീങ്ങൾ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ, ഫജ്ർ ആണ് സത്യം എന്ന് സത്യം ചെയ്യാണ്. എന്താ അൽ ഫജ്ർ? ഫജ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രഭാതം അല്ലെ, പ്രഭാതോദയം. സൂര്യോദയത്തിന് മുമ്പ് പ്രഭാതത്തിൻ്റെ ഉദയമാണ് ഫജ്ർ. ഫജ്ർ ഉദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറേ സമയമുണ്ടതിന് സൂര്യോദയത്തിന്. 1 മണിക്കൂർ 32 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 17 മിനിറ്റ്, ഈ ഒരു ദൂരപരിധി ആർക്കുണ്ടാവും? ഫജ്റിൻ്റെ ഉദയത്തിന് ശേഷം സൂര്യോദയത്തിനുണ്ടാവും. ഫജ്ർ 2 ഉണ്ട്. ഒന്ന് ഫജ്ർ സ്വാദിഖ് ഉണ്ട്, മറ്റൊന്ന് ഫജ്ർ കാദിബ് ഉണ്ട്. ഫജ്ർ സ്വാദിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫജ്ർ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരുട്ടുണ്ടാവില്ല, പിന്നെ അലത്തൂൽ വെട്ടായിരിക്കും. സൂര്യ ഉദിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിലും പകലിൻ്റെ വെട്ടം പരന്നിരിക്കും. ഫജ്ർ സ്വാദിഖ് അത് വന്നാൽ ആ പിന്നെ വെട്ടം, അതിനുശേഷം പിന്നെ ഇരുട്ടുണ്ടാവില്ല, പിന്നെ അത് പരന്ന് എല്ലായിടത്തും ഉണ്ടാവും. ഫജ്ർ കാദിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ള ഫജ്ർ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതിൻ്റെ പ്രകാശം കിഴക്കിൻ്റെ ചക്രവാളത്തിൽ ഇങ്ങനെ ഇറച്ചുണ്ടായിരിക്കും, ഇങ്ങനെ ഇറച്ചു വരും. അതിനെ തുടർന്ന് പിന്നെയും ഇരുട്ടുണ്ടാവും. ഫജ്ർ സാദിഖോട് കൂടിയാണ് ഫജ്ർ നിസ്കാരം തുടങ്ങുക. ഫജ്റിൻ്റെ ബാങ്ക് ടൈമാവും. നോമ്പ് തുടങ്ങൽ എപ്പോഴാണ്? ഫജ്ർ സാദിഖോട് കൂടിയാണ്. എന്നാൽ ഫജ്റുൽ കാദിബ് അത് ഫജ്റാണെന്ന് തോന്നും ആളുകൾക്ക്, നോമ്പൊക്കെ എടുത്ത് തുടങ്ങും, പക്ഷേ ഫജ്റിൻ്റെ ഉദയം ആയിട്ടുണ്ടാവില്ല. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്തു. വൽ ഫജ്ർ, ഫജ്റാണ് സത്യം. ഫജ്ർ എന്നാൽ അത് പുലരിയാണ്, പ്രഭാതോദയാണ്. സൂര്യോദയത്തിൻ്റെ 1 മണിക്കൂർ 32 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 17 മിനിറ്റ് ദൂരപരിധി ഉണ്ടാവും. എന്തിനാ ഈ 1 മണിക്കൂർ 17 അല്ലെങ്കിൽ 1 മണിക്കൂർ 32 എന്നൊക്കെ പറയുന്നത്? അത് വ്യത്യസ്ത കാലങ്ങളിൽ എന്തുണ്ടാവും സമയം, അതിലേറ്റക്കുറച്ചിലുണ്ടാവും. ഏതായാലും ഫജ്റിൽ നിന്ന് തുലൂഉൽ ഫജ്റിലേക്ക് എന്തുണ്ട്? തുലൂഉ ശംസിലേക്ക്, സൂര്യോദയത്തിലേക്ക് സമയ ദൈർഘ്യമുണ്ട്. അള്ളാഹു ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്തു. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ഫജ്റിൻ്റെ ഉദയാണ്, അതായത് പ്രഭാതോദയാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞില്ല, ഫജ്ർ സ്വലയാണ്. ഫജ്ർ സ്വല എന്താ? ഫജ്ർ സ്വല സുബഹി നമസ്കാരം. ഫജ്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ സുബഹി നമസ്കാരമാണ് സത്യം. ചിലർ പറഞ്ഞില്ല, ഫജ്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക ഫജ്റാണ്, എല്ലാ ഫജ്റും അല്ല. ചിലർ വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച ഫജ്ർ അതാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല അറഫ ദിവസത്തിൻ്റെ ഫജ്റാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞില്ല അത് ദുൽഹജ്ജ് 10 ഫജ്റാണ് ഉദ്ദേശം. അങ്ങനെയൊക്കെ പറഞ്ഞു. പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വൽ ഫജ്ർ എന്നുള്ളത് കൊണ്ട് ഫജ്ർ ആണ് സത്യം. അതിലിപ്പോൾ എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മാഫി മുഷ്കിൽ. ഫജ്ർ നിസ്കാരം ഉദ്ദേശിച്ചാലും, വെള്ളിയാഴ്ചയിലെ ഫജ്ർ ഉദ്ദേശിച്ചാലും, അറഫ ഫജ്ർ ഉദ്ദേശിച്ചാലും, ദുൽഹജ്ജ് 10 ഫജ്ർ ഉദ്ദേശിച്ചാലും, മനസ്സിലായോ? ഒക്കത്തിനും എന്ത് ചെയ്യും? ഈ പദം എല്ലാത്തിനെയും ഉദ്ദേശിക്കും. സുബഹി നിസ്കാരത്തിൻ്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്യുക. നമ്മളൊരു തത്വം പറഞ്ഞിട്ടുണ്ട്. എന്താ തത്വം? നമുക്ക് ആരെ കൊണ്ട് സത്യം ചെയ്യാവൂ? അള്ളാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാവൂ. നമുക്ക് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റില്ല. കാരണം പടപ്പുകൾ ഇനി എത്ര വലുതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പടപ്പിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളതല്ല, നിഷിദ്ധാണ്. അതേസമയം അള്ളാഹുവിന് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ അള്ളാഹ്ക്ക് വിധിവിലക്കുകളില്ല. അള്ളാഹു ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിയുടെ മഹത്വവും അതിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്തു. ഫജ്ർ സമയം ഉണ്ടല്ലോ, ഫജ്ർ സമയം അനുഗ്രഹീത സമയമാണ്. ഫജ്റിൻ്റെ ഉദയമായിട്ടുണ്ട് എങ്കിൽ നോക്കി നിങ്ങൾ, നോമ്പ് തുടങ്ങായി. ഫജ്ർ ഉദിച്ചാൽ ഫജ്ർ നിസ്കാരം സമയമാകുകയായി. ഫജ്ർ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം. എന്താ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രത്യേകത? ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ എന്നാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ. ഇഹലോകവും
അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഫജറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്നാണ്. പിന്നെ ഫജറിൻ്റെ നിസ്കാരം, ഏത് നിസ്കാരം? നിർബന്ധ നിസ്കാരം. മനസ്സിലായി? ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ എന്നാണ്. ഖുർആൻ അൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ നിസ്കാരം, അത് മഷ്ഹൂദ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഷ്ഹൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകൾ സാക്ഷി നിൽക്കുന്ന നിസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മലക്കുകൾ, പകലിൻ്റെ മലക്കുകൾ ഇറങ്ങുന്നതും രാത്രിയിലെ മലക്കുകൾ അവരുടെ ആകാശാരോഹണവും ഫജ്ർ നിസ്കാര സമയത്താണ്. മനസ്സിലായി? അപ്പോൾ അവരുടെ സാക്ഷ്യം, ആളുകൾ നിസ്കരിക്കുന്നവരായിരിക്കെ ഞങ്ങൾ അവരെ സമീപിച്ചു, ആളുകൾ നമസ്കരിക്കുന്നവരായിരിക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരോട് യാത്ര പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫജ്ർ നമസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അതിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ആര് സാക്ഷികളാണ്? മലക്കുകൾ സാക്ഷികളാണ്. സാക്ഷ്യം മലക്കൾ അള്ളാഹുവിൽ നിർവഹിക്കുകയും ചെയ്യും. അതാണ് ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫജ്ർ നമസ്കാരം അത് അള്ളാഹുവിൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന നിസ്കാരമാണ്. അപ്പോൾ ഫജ്ർ നിസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ഫജ്റിൻ്റെ സമയത്തിനും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ, ഫജ്റാണ് സത്യം എന്ന് സത്യം ചെയ്തത്. വലയാലിൻ അശ്ർ. എന്താ വലയാലിൻ അശ്ർ? 10 രാവുകൾ. എന്താ ഈ 10 രാവുകളാണ് സത്യം? ഇവിടെയും അങ്ങനെ തന്നെ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 10 രാവുകളെ കൊണ്ട് സത്യം ചെയ്തത്? ഏതാണ് ആ രാവുകൾ? 10 രാവുകൾ. ചിലർ പറഞ്ഞു അത് എന്താ ദുൽഹജ്ജ് 10ആണ്. ദുൽഹജ്ജ് 10 ദിവസങ്ങളാണ്. ചിലർ പറഞ്ഞു അത് റമദാൻ അവസാനത്തെ 10 രാവുകളാണ്. ഇത് ദുൽഹജ്ജ്. ചിലർ പറഞ്ഞു റമദാനിലെ 10 രാവുകളാണ്. ചിലർ പറഞ്ഞില്ല അത് മുഹറത്തിലെ ആദ്യത്തെ 10 രാവുകളാണ്. ആദ്യത്തെ 10 രാവുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലയാലിൻ അശ്ർ 10 രാവുകളാണ് സത്യം. മനസ്സിലായി? ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെ നിവേദനം ചെയ്യപ്പെട്ടത്, ഇബ്നു കസീറൊക്കെ പ്രബലപ്പെടുത്തിയത് അള്ളാഹു ഉദ്ദേശിച്ച ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങളാണ്. ആദ്യ 10 ദിവസങ്ങളാണ്. മനസ്സിലായി? ഇവിടെ ലയാലിൻ എന്നാണ് പറഞ്ഞത്, രാവുകൾ. ലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ 10 രാവുകൾ. 10 രാവുകളാകുമ്പോൾ ഉദ്ദേശം രാത്രിയാണ്. അപ്പോൾ എങ്ങനെ ദുൽഹജ്ജിൻ്റെ 10 പകലുകൾ എന്ന് പറയാം? ദുൽഹജ്ജ് 10 ഉണ്ടല്ലോ, ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിന് പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു അഹബു ഇലല്ലാ മിൻ ഹാദി ഇൽ അയ്യാം ഏനി അയ്യാമുൽ അഷർ. അള്ളാഹ്ക്ക് കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട 10 നാളുകൾ അത് ദുൽഹജ്ജിൻ്റെ 10 നാളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കർമ്മങ്ങൾ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട നാളുകളാണ് ദുൽഹജ്ജ് 10 നാളുകൾ. ഈ നാളുകളെയാണ് ഈ ലയാലിൻ അഷർ അറിയിക്കുന്നത് എന്നാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട്. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ഇഷ്കാൽ എന്തിനാ ലയാലിൻ എന്ന് പറഞ്ഞ്? ലയാലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലയാലിൻ എന്ന് പറഞ്ഞാൽ പകല രാത്രിയോ? രാത്രിയാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശം 10 ദിവസങ്ങളല്ലേ. അപ്പോൾ അറബി ഭാഷ വിപുലമാണ്. അറബി ഭാഷയിൽ രാവ് പറഞ്ഞാൽ പകൽ ഉദ്ദേശിക്കും, പകൽ പറഞ്ഞാൽ രാവും ഉദ്ദേശിക്കും. ഇനി രാത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും തന്നെയും ഉദ്ദേശം ആ രാത്രിയല്ല, ആ രാത്രിയെ തുടർന്ന് വരുന്ന പകലാണ്. അപ്പോൾ 10 രാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാവിനെ തുടർന്ന് വരുന്ന പകലുകളാണ് അവിടെ ഉദ്ദേശം. മനസ്സിലായി? അറബി ഭാഷയുടെ ചില പ്രത്യേകതകളാണത്. അപ്പോൾ അത് കാരണത്താൽ 10 രാവുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. ഈ ലയാലിൻ എന്നുള്ളത് എന്താ? ഏതിൻ്റെ ബഹുവചന? ലൈലുൻ വല്ല ലൈലത്തുൻ? ലൈലത്തുൻ. ലൈലത്തിൻ്റെ ബഹുവചനാണ് ലയാലിൻ. ലൈലുൻ ലയാലിൻ. രാത്രികൾ, രാവുകൾ. ലൈല എന്നുള്ളതോ നമ്മൾ പറയില്ലേ, പേരിടൂലേ? അത് ഈ ലൈല ഇതാ പേരിടണേ. അതേതാ? അത് 2 ലൈലയല്ല, ഈ ലൈലയാണ് അല്ലേ? പെണ്ണുങ്ങൾക്ക് പേരിടൂലേ ലൈല? അങ്ങനെ
ലൈല. ആ അത് തന്നെ, ഹംസയാണ് അവസാനത്തിൽ, അലിഫ്, ഹംസല്ല അലിഫ്. ലൈല. എന്താ ഈ ലൈല? ഇത് രാത്രി, ഇത് രാത്രി. ഇതോ രാത്രിയല്ല. ലൈല എന്ന് പറഞ്ഞാൽ മദ്യത്തിനാണ് പറയുക, കള്ളിന്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ഇനി എല്ലാ ലൈലയും കള്ളാണ് എന്നുള്ളതല്ല, ഇനി അങ്ങനെ മനസ്സിലാക്കേണ്ട. ഉമ്മു ലൈല എന്ന് പറയും. ഉമ്മു ലൈല, കരിങ്കള്ള്, കറുത്ത കള്ളിനാണ് ഉമ്മു ലൈല അറിയാം അറബി. ലൈല എന്ന് പറഞ്ഞാൽ മദ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പോൾ ചോദിക്കും എങ്ങനെ ഈ ലൈല എന്ന പേരിടുകയെന്ന്. മനസ്സിലായ? പിന്നെ പിൽക്കാലത്ത് ഇതിൻ്റെ പ്രയോഗം ഔദാര്യത്തിനും, ഔദാര്യം ഉണ്ടല്ലോ, ആളുകൾ ഔദാര്യം ചെയ്യൂലേ, ഔദാര്യത്തിന് പിന്നീട് എന്ത് ചെയ്ത് ഈ പേര് വന്ന്. പണ്ട് കാലങ്ങളിൽ ഔദാര്യം, ജാഹിലിയത്തിൽ പലരും മദ്യം വിളമ്പിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് മദ്യം എന്നുള്ള അർത്ഥം അതിന് വഴിമാറി ഔദാര്യം എന്നുള്ള അർത്ഥമായി ആർക്ക്? ലൈല എന്നുള്ളതിന്. അതുകൊണ്ടാണ് പ്രസിദ്ധരായ ലൈലകളെ കേൾക്കാം അല്ലേ? അത് സഹാബ വനിതകളിൽ വരെ ലൈലമാരുണ്ട്, ലൈലമാരുണ്ട്. അറിയപ്പെട്ട ലൈല പിന്നെ നമ്മൾ ലൈല അൽ ആമിരിയ, ലൈല അൽ അഖീലിയ. ലൈല അൽ ആമിരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്നൂൻ ലൈല അല്ലേ? മജ്നൂൻ ലൈല. ഖൈസ് ഇബ്നു ജമൂ, ഖൈസ് ഇബ്നു മല്ലൂഹ് അൽ ആമിരി, അതാണ് മജ്നൂൻ ലൈല. ഖൈസ് ഇബ്നു മല്ലൂഹ് അൽ ആമിരി. ഏതായാലും ലൈല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം ഔദാര്യമാണ്. ഇപ്പോഴത്തെ പേരുകൾക്കൊക്കെ ലൈല എന്നിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ല. കാരണം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യമല്ല, പിന്നെ ഔദാര്യം എന്നുള്ളതാണ്. ഇവിടെ ലൈലത്തുൻ ലയാലിൻ, രാത്രി രാവുകൾ. ലയാലിൻ അഷുർ, 10 രാവുകൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിലർ പറഞ്ഞത് ദുൽഹജ്ജ് 10ആണ്. അവർക്ക് അതിനേതായ തെളിവുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം അതാണ്. ചിലർ പറഞ്ഞു റമളാൻ മാസത്തിലെ അവസാനത്തെ 10 രാവുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വലയാലിൻ അഷർ എന്ന് പറഞ്ഞാൽ 10 രാവുകളാണ് സത്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ്. റമളാനിലെ അവസാനത്തെ 10 രാവുകൾക്ക് പ്രാധാന്യം ഉണ്ടോ? എന്താ പ്രാധാന്യം? ആ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ആ രാവുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അവസാനത്തെ 10 വന്നിട്ടുണ്ടെങ്കിൽ അഹ്യ ലൈലഹു, രാത്രി ഉറക്കളക്കും, വൈഖള അഹ്ലഹു, കുടുംബത്തെ വിളിച്ചുണർത്തും അല്ലേ? അതേപോലെ തന്നെ വശദ്ദ മീസറഹു, റസൂലുള്ളാഹി തൻ്റെ ഉടുമുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ആരാധന പിന്നെ നിമഗ്നനായിരിക്കും. അപ്പോൾ ആ രാവുകൾക്ക് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ വലയാലിൻ അഷർ, 10 രാവുകളാണ് സത്യം എന്ന് പറഞ്ഞാൽ റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ് എന്ന് ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞില്ല മുഹറമിലെ 10 രാവുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും ബലപ്പെട്ട അഭിപ്രായമല്ല. ഈ 2 അഭിപ്രായങ്ങളാണ് ഏറ്റവും ബലപ്പെട്ടത്. ഇവിടെ ലയാലിൻ എന്ന് പ്രയോഗിച്ചത് കാരണത്താൽ പ്രാമാണികരായ പലരും പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്ന റമളാനിലെ അവസാനത്തെ 10 രാവുകളാണ് എന്നുള്ളതാണ്. അലാകുല്ലിൻ അള്ളാഹു ഫജറിനെ കൊണ്ട് സത്യം ചെയ്തു, ലയാലിൻ അഷർ 10 രാവുകളെ കൊണ്ടും സത്യം ചെയ്തു. ആ 10 രാവുകൾ പിന്നെ ദുൽഹജ്ജ് 10 ആദ്യത്തെ 10ആണ്. അതല്ല റമളാൻ അവസാനത്തെ 10 രാവുകളാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. വശഫ് വൽ വത്ർ, ഷഫ് എന്താ? ഷഫ് ആണ് സത്യം എന്നാണ്. എന്താ ഷഫ്? ഷഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടയാണ്. വത്തർ എന്ന് പറഞ്ഞാലോ ഒറ്റയാണ്. വത്തർ എന്നും പറയും, വിത്തർ എന്നും പറയും. രണ്ടും ഖിറാഅത്തുണ്ട്. വത്തർ എന്നും വിത്തർ എന്നും ഖിറാഅത്തുണ്ട്. വശഫ് വൽ വത്തർ എന്ന് ഖിറാഅത്തുണ്ട്. വശഫ് വൽ വിത്തർ എന്നും ഖിറാഅത്തുണ്ട്. വത്തർ എന്ന് പറഞ്ഞാൽ വിത്തർ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്, ഒറ്റ. അർത്ഥം ഷഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടയാണ്. പക്ഷെ ഉദ്ദേശം എന്താ? ഷഫ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതുപോലെ വിത്തർ അല്ലെങ്കിൽ വത്തർ കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ചിലർ പറഞ്ഞത് ഷഫ് കൊണ്ട് ഉദ്ദേശം പിന്നെ ഇരട്ടയായിട്ടുള്ള എണ്ണം നിസ്കാരങ്ങളാണ്. ഇരട്ട എണ്ണമുള്ള നിസ്കാരം ഏതൊക്കെയാണ്? ദുഹർ, അസർ, ഇഷ, സുബഹി അല്ലേ? ഒക്കെ ഇരട്ടയാണ്. വിത്രോ? വിത്ത് മഗ്രിബാണ്. അപ്പോൾ ചിലർ പറഞ്ഞത് അതാണ്, ഒറ്റ ആയിട്ടുള്ള നിസ്കാരങ്ങളും ഇരട്ടയായിട്ടുള്ള നിസ്കാരങ്ങളാണ് അവിടെ ഉദ്ദേശം. ചിലർ പറഞ്ഞ് ഇവിടെ ഉദ്ദേശം പിന്നെ ഇരട്ട രാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 10 ആണ്. ദുൽഹജ്ജ് 10 ഒക്കെ ദുൽഹജ്ജ് 10
ബലിപെരുന്നാൾ ദിവസം, അത് ഇരട്ടയാണ് അല്ലേ. പിന്നെ വിത്തർ അറഫയാണ്, അതെങ്ങനെ ഒറ്റയാണ്, ഹജ്ജ് 9 ചില. അപ്പോൾ ഇവിടെ ഉദ്ദേശം ഷെഫ് കൊണ്ടുള്ള ഉദ്ദേശം ബലിപെരുന്നാൾ ദിവസമാണ്, വിത്തർ കൊണ്ടുള്ള ഉദ്ദേശം അറഫ ദിവസമാണ്. ചിലർ പറഞ്ഞത് ഷെഫ് കൊണ്ട് ഉദ്ദേശം പടപ്പുകളാണ്, ഒറ്റ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവാണ്. പടപ്പുകളൊക്കെ എന്താ ഇരട്ടാണ്, പടപ്പുകളൊക്കെ ഇവിടെ ദ്വന്നാത്മകാണ്, മനസ്സിലായില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഖലഖ്ന മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈൻ, എല്ലാത്തിൽ നിന്നും നാം 2 ഇണകളെ ജോഡികളെ പടച്ചിട്ടുണ്ട്. ഈ പടപ്പുകളെ സാകല്യം, ഈ പടപ്പുകളുടെ സാകല്യം അതൊന്നായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ എന്താണ്, ഒക്കെ അത് ഇരട്ടകളാണ്, ഇരട്ടയാണ്. അപ്പോൾ ഇവിടെ ഷെഫ് കൊണ്ടുള്ള ഉദ്ദേശം ഇരട്ടയാണ്, വിത്തർ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവാണ്, അള്ളാഹുവാണ്. കാരണം അള്ളാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. ഇന്നല്ലാഹ വിത്റുൻ, അള്ളാഹു ആരാണ്? വിത്റാണ്. യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫൗത്തിറു അഹ്ലൽ ഖുർആൻ, ഖുർആൻ്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്തറാക്കുക. എന്താ വിത്തർ? വിത്തർ രാത്രി നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കുക. പല വീക്ഷണങ്ങളും ഇതിലും പറയപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായി. ഇത് പ്രധാനപ്പെട്ട അഭിപ്രായം ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത്. വശഫ് ഷഫാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടപ്പുകളാണ് സത്യം, കാരണം പടപ്പുകളൊക്കെ ഇരട്ടയാണ് അവരുടെ പ്രത്യേകത. വൽ വത്തർ, വത്തർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹു ഏകനാണ്. പിന്നെ ഇരട്ടയായിട്ടുള്ള നിസ്കാരം, മഗ്രിബ് നിസ്കാരം, വിത്തർ, ഇങ്ങനെയും മറ്റ് അഭിപ്രായങ്ങളും ഇതിൽ പറയപ്പെട്ടിട്ടുണ്ട്. വല്ലയിൽ, രാത്രിയാണ് സത്യം. ഇതായശ്രീ, എന്താ വല്ലയിൽ, രാത്രിയാണ് സത്യം. ഇതായശ്രീ, രാത്രി അത് ചരിച്ചാൽ, സഞ്ചരിച്ചാൽ. രാത്രി സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇരുട്ടിനെ പിറകിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? രാത്രിയുടെ ഗമനം. ഇരുട്ട് പരത്തി രാപ്രയാണം. അപ്പോൾ വല്ലയിൽ, രാവാണ് സത്യം. ഇതായശ്രീ, രാത്രി ഇരുട്ട് പരത്തി പ്രയാണം കുറിച്ചാൽ, സഞ്ചരിച്ചാൽ. എന്താ രാത്രിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തതിലുള്ളത്? നമുക്കിതിനു മുമ്പും രാത്രിനെ കൊണ്ട് സത്യം ചെയ്ത് വന്നില്ലേ? എവിടെ? വല്ലൈലി ഇദാ യഗ്ഷ. രാത്രിയുടെ പ്രത്യേകത, രാത്രി പകലിനെ പോലല്ല. മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകലിൽ എന്തുണ്ട്? കുറേ നമുക്ക് ദീർഘമായിട്ടുള്ളതായ പ്രവൃത്തികളും പ്രയാണങ്ങളും അധ്വാനങ്ങളൊക്കെ ഉണ്ട്. രാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. രാവിനെ സംബന്ധിച്ചിടത്തോളം രാവിൽ പിന്നെ നിസ്കാരങ്ങൾ അല്ലേ, മഗ്രിബ്, ഇഷ, സുബഹി, അതേപോലെ വിത്തർ, ഖിയാമുൽ ലൈൽ, ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ രാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഖുർആൻ പാരായണം, മനസ്സിലായില്ലേ? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, അല്ലേ? രാത്രിയുള്ള ഖുർആൻ പാരായണം, വിശിഷ്യ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം ഉണ്ടല്ലോ, അത് മനസ്സിൽ തട്ടുന്നതും അതേപോലെ തന്നെ നന്നായി സ്വാധീനിക്കുന്നതുമായിട്ടുള്ളതായ പാരായണമാണ് നിസ്കാരം. ഇതേപോലെ തന്നെ രാവിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സമാഉദ്ദീൻ, അടുത്ത ആകാശത്തിലേക്കുള്ളതായ വരവ്, അള്ളാഹുവിൻ്റെ ഇറക്കം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, പിന്നെ പല കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ നൽകും, എന്നോട് പൊറുക്കൽ നിർത്തുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, എന്നോട് തൗബ ചെയ്യുന്നവർക്ക് ഞാൻ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും, എന്നോട് അന്നം ചോദിക്കുന്നവർക്ക് ഞാൻ അന്നം നൽകും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിലാണ്. അപ്പോൾ രാവിലെ പ്രത്യേകത ഉണ്ട്. പകലിനെ അപേക്ഷിച്ച് രാവിലിന് പല പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സത്യം രാവിനെ കൊണ്ട് ചെയ്തത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അലാ കുല്ലിൻ, വൽ ഫജ്ർ, ഫജ്റാണ് സത്യം. വലയാലിൻ അഷർ, 10 രാവുകളാണ് സത്യം. വശഫ്, ഇരട്ടയാണ് സത്യം. വൽ വത്ർ, ഒറ്റയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, രാത്രി ഇരുട്ട് പരത്തി അത് മുന്നോട്ട് പ്രയാണം കുറിച്ചാൽ ആ രാത്രിയാണ് സത്യം. 5 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്ത്? സത്യം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ചോദിക്കുന്നത്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ഹൽ ഫീ ദാലിക്, ഇതിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടോ, ഇത് ഇസ്തിഫാം, ഉണ്ടോ, ഇതിൽ ഉണ്ടോ എന്നാണ്. പറഞ്ഞാൽ ഈ സത്യങ്ങളിൽ ഉണ്ടോ. ദാലിക എന്ന് പറഞ്ഞാൽ ഇഷാറത്ത് ഈ സത്യങ്ങളിലേക്കാണ്. ഈ സത്യങ്ങളിൽ ഉണ്ടോ. ഖസമുൻ, ഖസമുൻ സത്യം, സത്യം. ഖസം എന്ന് പറഞ്ഞാൽ സത്യം. ഇവകളിൽ ഖസമുണ്ടോ, സത്യമുണ്ടോ. ലിദി ഹിജ്ർ, എന്താ ലിദി ഹിജ്ർ? ഹിജ്ർ എന്ന് പറഞ്ഞാൽ അഖലാണ്,
ഹിജിർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖലാണ്. എന്താ അഖിൽ? ബുദ്ധി. ഹിജിർ എന്ന് പറഞ്ഞാലും അഖിൽ എന്ന് പറഞ്ഞാലും ബുദ്ധിക്കാണ് പറയുക, ബുദ്ധി. ദി ഹിജിർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ. ലിദി ഹിജിർ ബുദ്ധിയുള്ളവന് ഈ ഫജ്ർ, ലയാലിൻ അശ്ർ, ഷഫ്അ്, വത്ർ, വല്ലൈൽ ഇതിൽ സത്യമുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം സ്ഥിരീകരിക്കാനാണ്, ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ്. ചോദ്യം കേവലം ചോദിക്കാനാണ്. പിന്നെയോ ഇതിൽ സത്യമുണ്ട് എന്നുള്ളതിനെ ഉറപ്പിക്കാനും സ്ഥിരീകരിക്കാനാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് ഹൽ ഫീ ദാലിക ഖസമുൻ, ഇപ്പറയപ്പെട്ടതിൽ സത്യമുണ്ടോ? ലിദി ഹിജിർ, ബുദ്ധിയുള്ളവന് എന്നാണ്. ബുദ്ധി ഉള്ളവന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യം ചെയ്യാൻ മാത്രം ഗൗരവപ്പെട്ട, അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതായ വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ആര് സത്യം ചെയ്യണത്? അള്ളാഹു സത്യം ചെയ്യുന്നത്. ഈ സത്യം പോരെ എന്ന അർത്ഥത്തിലാണ്, സത്യം പോരെ എന്നുള്ള അർത്ഥത്തിലാണ്. ബുദ്ധിക്ക് ഇവിടെ ഹിജിർ എന്നാ പറഞ്ഞത്. എന്തിനാ ബുദ്ധിക്ക് ഹിജിർ എന്ന് പറഞ്ഞത്? ഹിജിർ എന്താ? കല്ല് ഹജറാണ് അല്ലേ? മാഫി മുഷ്കിൽ, അത് നമുക്കിപ്പോൾ വേണ്ടൊരു പോയിൻ്റ് തന്നെയാണ്. ഹജറാണ് കല്ല് അല്ലേ? ഹിജിർ എന്ന് പറഞ്ഞാൽ ശരിക്കും മറയാണ്, മറ. ഹിജറ മഹജൂറ എന്ന് പറഞ്ഞല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 2 സമുദ്രങ്ങളെ അയച്ചു വിട്ടു എന്നല്ലേ? പിന്നെ മറജൽ ബഹ്റൈൻ എന്നാണ്, 2 സമുദ്രങ്ങളെ അയച്ചു വിട്ടു. ഒന്ന് മിൽഹുൻ ഉജാജാണ്, ഉപ്പുരസമുള്ളത്. മറ്റൊന്ന് അദ്ബുൻ ഫുറാത്ത്, എന്താണ്? സ്വച്ഛമായ വെള്ളമാണ്, ശുദ്ധമായ സ്വച്ഛമായ വെള്ളമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഒന്ന് ഉപ്പുരസമുള്ള സമുദ്രം, മറ്റൊന്ന് സ്വച്ഛമായ വെള്ളം. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് അന്യോന്യം കണ്ടുമുട്ടുന്ന നിലക്കാണ് എന്ത് ചെയ്തത്? കൂട്ടിമുട്ടും ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ടിനെയും പടച്ചത്, അയച്ചു വിട്ടത്. പക്ഷേ ഇത് ഇരച്ചു കയറാത്ത വിധം എന്തുണ്ട്? ബൈനഹുമ ഹിജറും, പിന്നെ ഇവക്കിടയിൽ ഹിജറും മഹജൂർ എന്നാണ്, മറ ഉണ്ട് എന്നാണ്. മറ അതാണ് ആ അർത്ഥം കൊണ്ടുവരാനാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വെള്ളങ്ങൾ എന്ത് ചെയ്യില്ല? ഇരച്ചു കയറൂല. പിന്നെ രണ്ടും വേറിട്ടാണ്. അവക്കിടയിൽ മറ ഉണ്ട് എന്നാണ്. ഹിജിർ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മറ എന്നാണ്, മറ എന്നാണ്. അഖിൽ പറഞ്ഞാലോ? അഖിൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നർത്ഥം. അഖല ഈ കയറില്ലേ, ഇതിനെന്താ പറയുക? ഒക്കാലാണ്. കളി തലയിൽ വെക്കണ വട്ടില്ലേ, അതിന് ഒക്കാല എന്നാ പറയുക. കാരണം ഈ തട്ടം ചാടിപ്പോവില്ല, അത് ഭദ്രാക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പം സ്റ്റൈലിനെ വെക്കണത്. പണ്ടങ്ങനെയല്ല, പണ്ട് കാറ്റിൽ പാറിപ്പോവാതിരിക്കാൻ തലയിൽ പിടിച്ച് കെട്ടണ സാധനം. അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറ് ഒക്കാൽ എനിക്കവർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചവരുടെ വിഷയത്തിൽ. ശരിക്ക് അഖിൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നുള്ളതാണ്. ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? റസൂല ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, റസൂല ഞാൻ ഇതിനെ വിട്ടിട്ടാണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറയുന്നത് ഇഅഖിൽഹ വതവക്കൽ, ഇഅഖിൽഹ, നീ അതിനെ കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്കെന്ന് പറയുന്നത്. അപ്പോൾ അഖിൽ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക, തടഞ്ഞു വെക്കുക. ഹിജിർ എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക, മറക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിക്ക് ഹിജിർ അതേപോലെ അഖിൽ എന്നൊക്കെ പ്രയോഗിച്ച്? എന്തിനാ? ബുദ്ധിയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അപായങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടയുന്നത്. ബുദ്ധി ഇല്ലാത്തവൻ എല്ലാത്തിലും പോയിട്ട് എന്ത് ചെയ്യും? ചെന്ന് ചാടും. മനസ്സിലെ? ചെന്ന് ചാടിയവനോട് ചോദിക്കും, എനിക്ക് എൻ്റെ അക്കലൊന്ന് പ്രയോഗിച്ചുകൂടെ ചങ്ങായി എന്നറിയും. എനിക്കൊരു ലക്കോട്ടൊട്ടിക്കാളെ വറ്റാൻ്റെ തലയിലില്ലേ ചോദിച്ചു. ഞങ്ങൾ നടന്മാരങ്ങനെ പറയും. ലക്കോട്ടൊട്ടിക്കാളെ വറ്റില്ല പറഞ്ഞാൽ എന്താ? ഞാൻ കുറച്ചും തലച്ചോറില്ലേന്ന് അതിൻ്റെ മാന. അപ്പോൾ അതാണ് ഹിജിർ. അതായത് അപകടങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്നത് ഏതാണ്? മനുഷ്യൻ്റെ അഖിലാണ്. പിന്നെ അഖിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ല, ഒരിക്കലും മനുഷ്യന് ചതിയിൽ ചെന്ന് ചാടില്ല. നമ്മൾ ചെറുപ്പകാലത്തിൽ ഈ കഥാപുസ്തകങ്ങളിൽ വായിച്ചൊരു കഥ ഉണ്ട് ഉണ്ടല്ലോ. അതായത് ഒരു രാജാവ് ഒരു കർഷകന് പൈസ കടം കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. മനസ്സിലായി? പൈസ രാജാവ് കർഷകന് കടം കൊടുത്തത് എന്തിനാണെന്നറിയോ? രാജാവിനറിയാം ഇയാൾക്ക് തിരിച്ചു കൂട്ടാൻ കഴിയൂല എന്നുള്ളത്. രാജാവിൻ്റെ നോട്ടം ഇയാൾ പൈസ തിരിച്ച് തരണമല്ല. പിന്നെ രാജാവിനൊരു മകളുണ്ട്, ആ മകളെ രാജാവിനല്ല, കർഷകനൊരു മകളുണ്ട്, അതിനെ രാജാവിന് സ്വന്തമാക്കാനാണ് ഈ കടം കൊടുക്കുന്നത്. മനസ്സിലായോ? രാജാവ് ഒരു ഡേറ്റും പറയും അതിന് തിരിച്ചു തരണമെന്ന്. പക്ഷെ കർഷകന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ രാജാവ് പറയും, പിന്നെ എങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ കാശിന് പകരം
എനിക്ക് മകളെ കല്യാണം കഴിച്ചു തന്നാൽ മതി. മനസ്സിലായി? കർഷകൻ കൂട്ടാക്കൂല. അവസാനം പിന്നെ അതിൽ ആളുകളൊക്കെ ഇടപെട്ട്, കൊട്ടാരത്തിൽ ആളുകളൊക്കെ ഇടപെട്ടിട്ട് പിന്നെ അതിലൊരു തീരുമാനം വരണം. എങ്ങനെയെന്ന് വെച്ചാൽ രാജാവ് പിന്നെ ഒരു കീസിൽ 2 കല്ലിടും, ഒരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ലും. എന്നിട്ട് രാജാവ് പറയും ഈ കീസിൽ കറുത്ത കല്ലുണ്ട് വെളുത്ത കല്ലുണ്ട്. വെളുത്ത കല്ല് ഈ പെൺകുട്ടി എന്നിട്ട് എന്ത് ചെയ്യണം, ജനസമക്ഷം എടുക്കണം. കീസിൽ നിന്ന് 2 കല്ല് എടുക്കണം, ജനസമക്ഷം. വെളുത്ത കല്ലാണ് എടുക്കണമെങ്കിൽ രാജാവ് എന്ത് ചെയ്യും, പെണ്ണിനെ കല്യാണം കഴിക്കും. അപ്പോൾ പൈസ തിരിച്ചടക്കണ്ട. അതല്ല എങ്കിൽ പിന്നെ പൈസ തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് മത്സരം. അങ്ങനെ ആളുകൾ, കൊട്ടാര പണ്ഡിതന്മാരും ആളുകളൊക്കെ ഒന്നായിട്ട് കൂടും, മത്സരം നടക്കുകയാണ്. അപ്പോൾ കർഷകൻ ആകെ വെന്തുവരികയാണ്. കാരണം എന്താ, മോള് പോണ കേസാണ്. പക്ഷെ പെണ്ണിന് മനസ്സിലായി എന്തോ ഒരു പന്തികേട് ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത്. രാജാവ് 2 കല്ല് എന്ത് ചെയ്ത് പിന്നെ ഉള്ള കീസ് ഉയർത്തി. എന്നിട്ട് പെണ്ണിനോട് വന്നിട്ട് ജനസമക്ഷം എടുക്കാൻ പറഞ്ഞു, കല്ലെടുക്കാൻ പറഞ്ഞു. പെണ്ണെന്ത് ചെയ്ത് വന്ന് കല്ലെടുത്ത് പെണ്ണാ കല്ലായിട്ടാണ് വീണ്. ആളുകൾ കല്ല് കാണുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്ത് പെണ്ണ് കല്ലായിട്ടാണ് വീണ്. കല്ല് തെറിച്ചു പോയി. അപ്പോൾ രാജാവ് പറഞ്ഞ് അവിടെ കല്ല് തെറിച്ചു പോയി, കുറേ കല്ലുകൾക്കിടയിലാണ്, കാണുന്നില്ല. അപ്പോൾ ഏത് കല്ലാന്നറിയില്ല. അപ്പോൾ പെണ്ണ് പറഞ്ഞ് ആ കല്ല് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, കീസിലുള്ള കല്ലുണ്ടല്ലോ അത് നോക്കിയാൽ മതി. കീസിലുള്ള കല്ല് വെളുത്തതാണ് എങ്കിൽ ഞാൻ എടുത്ത കല്ല് ഏതാണ്, കറുത്ത കല്ലാണ്. അതല്ല, കീസിലുള്ള കല്ല് കറുത്തതാണെങ്കിൽ ഞാൻ എടുത്തത് ഏതാണ്, വെളുത്ത കല്ലാണ്. രാജാവ് യഥാർത്ഥത്തിൽ 2 വിട്ടത് വെള്ളക്കല്ലാണ്. രാജാവ് 2 വിട്ടത് എന്താണ്, വെളുത്ത കല്ലാണ്. അപ്പം നോക്കുമ്പോൾ കീസിലുള്ള കല്ല് വെളുത്ത കല്ലാണ്. അപ്പോൾ പെണ്ണെടുത്തത് ഏതാണ്, കറുത്ത കല്ലാണ്. അപ്പോൾ ഇനി ജീവിതനാളിൽ എപ്പോഴേലും ഈ കർഷകന് പൈസ ഉണ്ടാകുമ്പോൾ എന്തായാലും അത് കൊടുത്താൽ മതി, പെണ്ണ് സലാമത്തായി. ബുദ്ധി അതാണ്, അഖിൽ അത് അപകടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്ർ എന്നും അഖിൽ എന്നും, അതേപോലെ തന്നെ അറബി ഭാഷയിൽ ഹിജ്ർ എന്നും അഖിൽ എന്നൊക്കെ എന്തിന് പേര്, ഈ തലച്ചോറിന് പേര്. പക്ഷേ ഇന്ന് പല അത് പലർക്കും ഇന്ന് എന്തുണ്ട്, അഖിലുണ്ട്, പക്ഷേ എന്താണില്ല, അപകടങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും അത് എന്ത് ചെയ്യുന്നില്ല, മനുഷ്യന്മാരെ തടുക്കണില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അഖിൽ യഥാവിധ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ചിലർക്ക് അഖലാനി എന്ന് പറയും. അഖലാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ബുദ്ധിയുള്ളവൻ എന്നാണ്. പക്ഷേ ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് അവരടുത്ത് ഉള്ളതൊക്കെ. ബുദ്ധിയുള്ളവൻ ഒരിക്കലും, ഇബ്നു ഖൽദൂൻ പറഞ്ഞതിൽ വരി, പിന്നെ തട്ടാൻ്റെ അടുത്തൊരു തുലാസുണ്ട് അല്ലേ, അത് തുലാസാണ്. തട്ടാൻ്റെ അടുത്ത് തുലാസ് വെച്ച് എന്തിനാണ്, തൂക്കാനാണ്. പക്ഷെ ഒരാളൊരു പാറ ഏറ്റിക്കൊണ്ടുവരികയാണ് തട്ടാൻ്റെ അടുത്തേക്ക്. ഈ പാറ നദിയിൽ തൂക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടാൻ്റെ തുലാസിൽ അത് തൂങ്ങൂല. അപ്പോൾ ഈ പാറ തൂക്കാൻ കൊണ്ടുവരുന്നവന് അക്കലുണ്ടോ, അക്കലില്ല. ഇതേപോലെയാണ് അഖലാനികൾ എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്, അതാണ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്, അവരുടെ അവസ്ഥ. പരലോകം, അതേപോലെ തന്നെ നുബുവത്ത്, മുഅ്ജിസത്ത്, അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ സത്ത മനുഷ്യർ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കേവലം ആലോചിച്ച് പറയാൻ മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ തൊട്ടറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളുടെ ബുദ്ധി ഒരു വിവരം എപ്പോഴാണ് പറയുക, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ അധീനമായിട്ടുള്ളതായ കാര്യങ്ങൾ കണ്ട് കേട്ട് തൊട്ട് ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളെ തലച്ചോറിലേക്ക് സന്ദേശം പോയിട്ട് അതിനൊരു വിധി പറയാൻ ആർക്ക് കഴിയുള്ളൂ, തലച്ചോറിന് കഴിയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ കീഴൊതുങ്ങാത്ത കാര്യങ്ങളാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടത്, പരലോകവുമായി ബന്ധപ്പെട്ടത്, ഖബറുമായി ബന്ധപ്പെട്ടത്, മരണവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അല്ലേ, വിഷയങ്ങളൊക്കെ. അപ്പോൾ അതിലെങ്ങനെയാണ് മനുഷ്യന്മാർ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയുക? അഖലാനികൾക്ക് സംഭവിച്ചത് അതാണ്. അഖലാനികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരൊക്കെ ബുദ്ധിയിൽ തൂക്കാൻ തുടങ്ങി. പറയുമ്പോൾ അത് ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തട്ടാൻ്റെ തുലാസ് പോലെയാണ്, അതിൽ പാറ തൂക്കാൻ പറ്റൂല. പക്ഷെ ഇവരെന്ത് ചെയ്തു, പാറ വന്നിട്ട് ഇതിൽ തൂക്കുകയാണ്. മരണവേളയിൽ നോക്കിയാൽ 2 തരം മരണമുണ്ട്. ഒന്ന് അവിശ്വാസിയുടെ മരണം,
മറ്റൊന്ന് വിശ്വാസിയുടെ മരണം. വിശ്വാസിയുടെ മരണവേളയിൽ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് റൂഹിനെ പിടിക്കുന്നത്, അല്ലേ? അവിശ്വാസിയുടെ മരണരംഗം അവരുടെ മുഖത്തടിച്ചും പിറകിലടിച്ചിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ റൂഹിനെ വാങ്ങുന്നത്. നനച്ചു കൂട്ടിയ പഞ്ഞിയിൽ ഇരുമ്പിൻ്റെ കൊളുത്തുകൾ വലിക്കുന്നത് പോലെയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ വാങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഈ രംഗം. പക്ഷേ നമുക്കിത് അറിയാൻ കഴിയണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കഴിയണില്ല? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധിക്ക് എന്തെങ്കിലും ആലോചിച്ച് പറയാൻ പറ്റുമോ? ഒരു തീരുമാനം പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് എന്താ വേണ്ടത്? അതിനെക്കുറിച്ച് അറിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടത്. സമീഅന വഅതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഇത് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഈ അഖ്ലാനികൾക്ക് എന്താ സംഭവിച്ചത്? അതിലും അവർ ഇടപെട്ട് എത്രയോ ആളുകൾ മരിക്കണേ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ? ഇങ്ങനത്തെ വിഷയങ്ങളായി. ഖബർ ശിക്ഷ, ഖബർ ശിക്ഷയെ അവർ നിഷേധിച്ച്, ഖബറിൽ ശിക്ഷയൊന്നുമില്ല, ഖബറിൽ രക്ഷയൊന്നുമില്ല. അവരെന്ത് ചെയ്ത് കേവല ബുദ്ധി കൊണ്ട് അളന്ന് ഖബറിൽ അടക്കപ്പെടുന്നവരൊക്കെ ജീർണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല, അതൊന്നും ആ വിഷയത്തിൽ പ്രമാണങ്ങൾ വന്നിട്ടുണ്ട്. പ്രമാണങ്ങളെ മാറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്തു? കേവല ബുദ്ധിയുടെ വിധികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അഖലാനി എന്ന് പേരിടുന്നത് തെറ്റാണ്. പിന്നെ നമ്മളിപ്പോൾ നെയ്യപ്പത്തിന് നെയ്യപ്പം എന്ന് പറയും പോലെ, വെള്ളിക്കോലിന് വെള്ളിക്കോൽ എന്നൊക്കെ പറയും പോലെ അതിലൊന്നും എന്തില്ല, നെയ്യും വെള്ളിയൊന്നുമില്ലല്ലോ. അതേപോലെ ഒരു പ്രയോഗം മാത്രമാണ് അത്തരം ആളുകൾക്ക് അഖ്ലാനി. തയ്യ്, ഇവിടെ നമ്മുടെ വിഷയം ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജർ. ഈ പറയപ്പെട്ടതിൽ ബുദ്ധിയുള്ളവന് ഖസമുണ്ടോ എന്നാണ്. സിഗരറ്റ് വലിക്കണവന് ബുദ്ധി ഉണ്ടാ? നമ്മൾ പറഞ്ഞാണ് അന്യായങ്ങളിൽ നിന്നും അതേപോലെ അനർത്ഥങ്ങളിൽ നിന്നും മനുഷ്യനെ തടയണം. എന്ത്? മനുഷ്യന് അക്കലുണ്ടെങ്കിൽ മനസ്സില്ലേ? ഒരു സിഗരറ്റ് വലിക്കുന്നവൻ വാങ്ങണവനും അറിയാം, അവനക്ക് കൊടുക്കണവനും അറിയാം, അതുണ്ടാക്കിയ കമ്പനിക്ക് വരെ അറിയാം ഇത് അപകടമാണ്. എന്നിട്ടും വലിച്ചൂതി വിടുന്നുണ്ട്, ഇല്ലേ? അതേപോലെ മദ്യപിക്കണ്, വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കണം, അല്ലേ? ഇനി ബഹുദൈവ വിശ്വാസം, ഷിർക്ക് തന്നെ നോക്കി നിങ്ങൾ. എന്ത് അക്കലാണ് ഷിർക്ക് ചെയ്യുന്നവർക്കുള്ളത്? അക്കൽ ഉപകാരപ്പെടണമല്ലോ. അനർത്ഥങ്ങളിൽ നിന്നും അന്യായങ്ങളിൽ നിന്നും നമ്മളെ തടുക്കണം. പശു മൂത്രമൊഴിക്കുമ്പോൾ അതിനെ നമിക്കുന്ന മനുഷ്യൻ, അതേപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ മരിച്ച് മൺമറഞ്ഞവരോട് തേടുന്ന മനുഷ്യൻ. എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. സ്വന്തം ശരീരത്തിൽ നിന്നൊരു ഈച്ചയെ നീക്കാൻ കഴിയാത്തവനാണ് മരിച്ചു കിടക്കണോ? മനസ്സിലല്ലേ? മരിച്ചു കിടക്കണോ? അവന് ജീർണിക്കണ്, അവന് ഇഴകണ്. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചത്. അതുപോലും സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ശരിയാക്കാൻ കഴിയാത്തവനാണ് മരിച്ചു കിടക്കണത്. എന്നിട്ട് ആ മരിച്ചു കിടക്കുന്നവനാണ് ചോദിക്കുന്നത്, എനിക്കൊരു കുട്ടീനെ തരണം, എനിക്കൊരു വിസ ശരിയാകണം, അതേപോലെ എനിക്കൊരു നല്ല കാര്യത്തിന് ആഫിയത്ത് ഉണ്ടാകണം, എനിക്കൊരു സൗഖ്യം ഉണ്ടാകണം, എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണം, എൻ്റെ മുറാദുകൾ നേടണം. ഇതൊക്കെ മരിച്ചവരോട് ചെന്നിട്ടാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്ത് അക്കലാണുള്ളത്? അക്കലുണ്ടോ? അത് മനുഷ്യനെ അന്യായങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടയും. മനുഷ്യനെ തടയും, അതിന് പ്രാപ്തമാകും. ഏതായാലും ഇവിടെ ഹിജർ എന്നുള്ള പ്രയോഗം അത് വന്നതിൽ അതിൻ്റെ ആ പ്രത്യേകത മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അലം തറ, എന്താ അലം തറ? നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ അറിഞ്ഞില്ലേ? തറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് അർത്ഥമുണ്ട്, അറിഞ്ഞു എന്ന് അർത്ഥമുണ്ട്. കൽബുകൊണ്ട് കാണുന്നതിനും തറ പ്രയോഗിക്കും, കണ്ണുകൊണ്ട് കാണുന്നതിനും പ്രയോഗിക്കും. ഇവിടെ അലം തറ, നീ കണ്ടില്ലേ അല്ലെങ്കിൽ നീ അറിഞ്ഞില്ലേ? കൈഫ ഫഅല റബ്ബുക്, നിന്റെ റബ്ബ് എങ്ങനെയാണ് ചെയ്തത്? ആരെ കൊണ്ട്? ബിആദ്, ആദ് ഗോത്രത്തെ കൊണ്ട്, ആദിനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് നീ കണ്ടില്ലേ എന്നാണ്. ആരെ ഈ ആദ്? ആദ് എന്ന് പറഞ്ഞാൽ ഇറമ ദാത്തിൽ ഇമാദ്, ഇറമ ദാത്തിൽ ഇമാദ്. ആദ് എന്ന് പറഞ്ഞാൽ അത് ഇറമാണ്, ഇറം. മനസ്സിലേ? ആദ് എന്നുള്ളതും ഗോത്രത്തിൻ്റെ പേരാണ്, ഇറമി എന്നുള്ളതും ഗോത്രത്തിൻ്റെ പേരാണ്. മനസ്സിലേ? ആ ഗോത്രത്തിന് പേര് ഉണ്ടല്ലോ, അത് അവരുടെ പിതാക്കളിലേക്ക് ചേർത്തിട്ടാണ്. ആദ് ഇബ്നു ഇറം, ഇബ്നു അവസ്, ഇബ്നു സാം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ
ഇബ്നു നൂഹ്, നൂഹിൻ്റെ മകൻ സാമിൻ്റെ മകൻ, അവസിൻ്റെ മകൻ, ഇറമിൻ്റെ മകൻ ആദ്. അല്ലേ? അപ്പോൾ ഈ അറബികൾ എന്ത് ചെയ്യും? പിതാമഹന്മാരിലേക്ക് ചേർത്തിട്ട് എന്ത് ചെയ്യും? ഗോത്രങ്ങൾക്ക് പേരുണ്ട്. ഇപ്പോൾ ഖുറൈശൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ ആദ് എന്ന ഒരു പിതാവിന് പേരുണ്ട്, അതേപോലെ ഇറമ് പേരുണ്ട്. അപ്പോൾ അവരിലേക്ക് ചേർത്തിട്ടാണ് ഈ ഗോത്രങ്ങൾക്ക് പേര് വന്നത്. ഇവിടെ ആദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോത്രമാണ്, ആദ് ഗോത്രം. ഇറമും ഗോത്രമാണ്. ആദ് ഗോത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ഇറം. അപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, ആദിനെ കൊണ്ട്, എന്നാൽ ആദ് ഗോത്രത്തെ കൊണ്ട് നിൻ്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്നത് നീ മനസ്സിലാക്കിയില്ലേ? ആദ് എന്ന് പറഞ്ഞാൽ ഇറം, അത് ഇറം ഗോത്രമാണ്. ദാത്തുൽ ഇമാദ്, ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഇമാദുകളുള്ള, ഇമാദുള്ള. ഇമാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ, തൂണുകൾ, തൂണുകൾ. ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണുകളുള്ള, സ്തൂപങ്ങളുള്ള, തൂണുകളുള്ള ഇറം ഗോത്രം, അതാണ് ആദ്. അങ്ങനെയുള്ള ആദിനെ കൊണ്ട് നിൻ്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്നത് നീ അറിഞ്ഞില്ലേ എന്നാണ്. അല്ലത്തി, എങ്ങനെയുള്ള ഇറമാണ്? അല്ലത്തി എങ്ങനെയുള്ളതാണത്? ലം യുഖ്ലഖ് മിസ്ലുഹ, അതുപോലുള്ളത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല. ഫിൽ ബിലാദ്, ഫിൽ ബിലാദ് എന്ന് പറഞ്ഞാൽ നാടുകളിൽ, നാടുകളിൽ, നാടുകളിൽ ഇറമിന് തത്തുല്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഇറം, ആ ഇറമിനെ കൊണ്ട് അഥവാ ആദിനെ കൊണ്ട് നിൻ്റെ റബ്ബ് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് നീ അറിഞ്ഞില്ലേ എന്നാണ്. നിങ്ങളറിഞ്ഞോ ഇറമിനെ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ചെയ്തത്? ആദിനെ കൊണ്ട് എങ്ങനെ ചെയ്തത് പറയ്. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ എന്നാണ്. അഥവാ 7 രാവുകളും 8 പകലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ നിയോഗിച്ച് അവരെ നശിപ്പിച്ചു. ആ കാറ്റ് അവരിൽ ശരിക്ക് വീശിയടിച്ചു. ശൈത്യക്കാറ്റായിരുന്നു. ആ ശൈത്യക്കാറ്റ് ആ കൗമിൽ അടിച്ച് വീശി 7 രാത്രി 8 പകൽ. അങ്ങനെ അവർ നിലംപരിശായപ്പോൾ എങ്ങനെയാണ് അവർ കിടക്കണമെന്ന് അറിയാമോ? ചോറ് മാന്തി എടുത്തിട്ട് ഉള്ള പന, ഈത്തപ്പന ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടാവും. ആ ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഈത്തപ്പന ഉണ്ടല്ലോ, അത് വീണ് കിടക്കുന്നത് പോലെ അവർ നിലംപരിശായി കിടന്നു എന്നാണ്. ഒരാൾ പോലും ബാക്കിയായില്ല. വിശ്വാസികളെ ഹൂദ് നബി രക്ഷപ്പെടുത്തി, അവിശ്വാസികൾ മുഴുവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, ആ നാട്ടിൽ ഈ കാറ്റ് അടിച്ചു വീശി അവർ നശിപ്പിക്കപ്പെട്ടതിൽ പിന്നെ ഒരു മനുഷ്യനെങ്കിലും ശേഷിച്ചത് നീ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരാൾ ശേഷിച്ചില്ല, എല്ലാത്തിനെയും അള്ളാഹു നശിപ്പിച്ചു. ആ കാറ്റ് വന്നത് കാർമേഘം പോലെയാണ്, കാർമേഘം പോലെ. അതായത് ഈ ആദ് ഗോത്രം വസിച്ചിരുന്നത് അഹ്കാഫിലാണ്. അഹ്കാഫ് എന്ന് പറഞ്ഞാൽ ഒമാൻ്റെയും ഹദർമൗത്തിൻ്റെയും ഒമാൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഈ അഹ്കാഫ്. മണൽക്കുന്നുകളാണ്. ആ മണൽക്കുന്നുകളിൽ കുറച്ച് ദിവസം വെള്ളം കിട്ടിയില്ല. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ദഅവത്ത് നടത്തിയപ്പോൾ അവർ ഹൂദിനെ കളവാക്കി. ഹൂദ് നബിനെ ഭോഷ്കനായിട്ട് അവർ ചിത്രീകരിച്ചു. മനസ്സിലെ ഇവരുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാദഹും ഫിൽ ഖൽഖി ബസ്ത എന്നാണ്. സൃഷ്ടിപ്പിൽ ഭയങ്കര ആകാരവും അതേപോലെ തന്നെ ആരോഗ്യവും നൽകിയിരുന്നു. അങ്ങനെ നല്ല ആകാര സൗഷ്ഠവമുള്ള ഒരു കൗമായിരുന്നു ആദ് ഗോത്രം. ഭയങ്കര ആചാരഭാവുക്കളായിരുന്നു. അതുകൊണ്ടാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഇത്ര ആരോഗ്യവും ആകാരവും ഒക്കെ നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർ അഹങ്കരിച്ചിട്ട് മൻ അശദ്ദു മിന്ന ഖുവ്വത്തൻ എന്നാണ് ചോദിച്ചത്. മൻ അശദ്ദു മിന്ന ഖുവ്വത്തൻ, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട് എന്നാണ് അവർ ഹൂദ് നബിയോട് ചോദിച്ചത്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല അവരിങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ നീ വാഗ്ദാനം ചെയ്യുന്ന ആ ശിക്ഷ കൊണ്ടുവാ എന്ന് പറയുന്നുണ്ട് ഹൂദ് നബിനോട്. ശിക്ഷ കൊണ്ടുവരാൻ ആവശ്യപ്പെടണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആദ്യം ഒരു വരൾച്ച, അതിനെ തുടർന്ന് അപ്പോൾ അവർക്ക് വെള്ളം വേണം, മഴ വേണം.
അപ്പോഴാണ് ഇങ്ങനെ ഒരു കാർമേഘം അവരുടെ നാട്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. കാർമേഘം വരികയാണ്. കാർമേഘം വരുമ്പോൾ അവർ പറയണം, അതാ ആരൊന്നും മുംതിറുന, ഇതാ കാർമേഘം വരുന്നു, ഇപ്പം നമുക്ക് മഴ പെയ്യും, മഴ പെയ്യാൻ ഇതാ കാർമേഘം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു പറയാണ്, ബൽഹുവ മസ്തഅജൽതും ബി, നിങ്ങൾ തിരക്ക് കൂട്ടിയിരുന്ന ശിക്ഷയാണ് വരുന്നത്. ശിക്ഷ കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്, നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് ഹൂദിനോട് ആവശ്യപ്പെട്ട ശിക്ഷയാണ് വരുന്നത്. റീഹുൻ ഫിഹ അദാബുൻ അലീം, നോവേറ്റുന്ന ശിക്ഷയുള്ള കാറ്റാണ് വരുന്നതെന്നാണ്. ആ കാറ്റുണ്ട് വന്ന് അതാ ഗോത്രത്തിൽ 8 പകലുകൾ 7 രാവുകൾ നിന്ന് ശരിക്കടിച്ച് വീശി അവരെ നിലംപരിശാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് നോക്കി, നിങ്ങൾ കൈഫ മാദാ ഫഅൽ എന്നല്ല പറഞ്ഞത്, എന്താ ചെയ്തത്, പിന്നെയോ കൈഫ ഫഅൽ എന്നാണ്, എങ്ങനെ ചെയ്തു. ആ ചോദ്യം നോക്കി നിങ്ങൾ, കൈഫ് കണ്ട ആ രംഗം അത് മനസ്സിൽ കോലപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു ഉണ്ടല്ലോ, ഒരു ഭീകരമായ രൂപമുണ്ട്. അത് ആലോചിക്കാനാണ് ഈ ചോദ്യം തന്നെ. അലം തറ കൈഫ ഫഅൽ, എങ്ങനെ ചെയ്തു എന്നുള്ളത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ദാത്തുൽ ഇമാദ് എന്ന് പറയാൻ കാരണം അവർക്ക് ഭയങ്കര സ്തൂപങ്ങളും അതേപോലെ തന്നെ തൂണുകളായിരുന്നു. വലിയ തൂണുകളിലായിരുന്നു അവരവരുടെ വീടുകൾ സ്ഥാപിച്ചിരുന്നത്, ഉണ്ടാക്കിയിരുന്നത്. കാരണം അവരെന്നെ എന്താണ്, ആചാരബാഹുക്കളാണ്. അതുകൊണ്ട് തന്നെ ഒരു മല വേറൊരു മല, ഈ 2 മലകളെ ഏച്ചിട്ടൊക്കെ ആയിരുന്നു അവരുടെ വീടുകൾ. വലിയ തൂണുകളിലൊക്കെ ആയിരുന്നു അവരവരുടെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അള്ളാഹു പറയുന്നത്, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, നാടുകളിൽ ഈ ആദ് ഗോത്രത്തെ പോലുള്ള ഒരു സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തത്, വസമൂദ് അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. അലം തറ കൈഫ ഫഅല റബ്ബുക്, നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ ഉണ്ടല്ലോ. ഇവിടേക്കാണ് ഇതിൻ്റെ ബന്ധം. വസമൂദ്, ആദിനെ കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ സമൂദിനെ കൊണ്ടും എന്ത് ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ. വസമൂദ്, സമൂദിനെ കൊണ്ടും നിന്റെ റബ്ബ് എപ്രകാരം പ്രവർത്തിച്ചു എന്ന് നീ അറിഞ്ഞില്ലേ. സമൂദ് എന്ന് പറഞ്ഞാൽ അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ്, ജാബു അസ്സഖർ, അവർ പാറ തുരന്നു, മുറിച്ചു. ജാബർണ ഖത, മുറിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഈ തുരന്നു എന്നർത്ഥമുണ്ട്. ജാബു സഖർ, അവർ പാറകളെ തുരന്നു. ബിൽവാദ്, വാദ് എന്നാൽ അൽവാദ് എന്നാണ്. വാദി എന്നാൽ താഴ്വാരം, ഇവിടെ അൽവാദ് ആണോ. അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദി സ്വാലിഹ് അല്ലെങ്കിൽ വാദിൽ ഖുറ, ഒരു പ്രത്യേക താഴ്വാരാണ്. വാദി ഖുറ എന്ന് പറയുന്ന താഴ്വാരം. അവിടങ്ങളിൽ പാറകളെ അവർ തുരന്നു. സഹർ എന്ന് പറഞ്ഞാൽ പാറകൾ, സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ പാറ, സഹ്റുൻ എന്ന് പറഞ്ഞാൽ പാറകൾ, ഇവിടെ പാറകളാണ്. അപ്പോൾ അല്ലദീന ജാബു സഹർ, അവർ പാറകളെ തുരന്നു. ബിൽവാദ്, എവിടെ, വാദി സ്വാലിഹിൽ അല്ലെങ്കിൽ വാദിൽ ഖുറ എന്ന് പറയുന്ന പ്രസിദ്ധ താഴ്വാരത്ത്. അവർ മലഞ്ചെരുവിൽ അതിന് പാർത്തിയിരുന്നത്, പാറമലകളുടെ ചെരുവിൽ. അവരുടെ പണി എന്താ, അവർ പാറ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു എന്തിന് വീടുണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇവർ പാറമലകളെ ഏച്ചിട്ട് വീടുണ്ടാക്കി. മറ്റോലോ ആ മലകളെ തന്നെ തുരന്ന് വീടുണ്ടാക്കി. ആദ് ഗോത്രത്തിൻ്റെ പിന്മുറക്കാരാണ് സമൂദ്. ആദ് ഉണ്ടല്ലോ, ആദിനിൽ ഊലയാണ്. ആദ് അൽ ഊല എന്ന് പറഞ്ഞാൽ സമൂദിൻ്റെ മുൻഗാമികളാണ് ആദ് ഗോത്രം വസിച്ചിരുന്നത് എവിടെയാണ്, അഹ്കാഫിലാണ്. മനസ്സിലല്ലേ. ഉഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആദ് ഗോത്രം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഹൂദ് നബിയോടും വിശ്വാസികളോടും അവിടുന്ന് വിടാൻ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ട്. ഉഹൂദ് നബി അവരെയും കൊണ്ട് വിശ്വാസികളെയും കൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ പിന്മുറക്കാർ വന്ന് പാർത്ത സ്ഥലമായിരുന്നു വാദി അൽ ഖുറ അല്ലെങ്കിൽ വാദി സ്വാലിഹ് എന്ന് പറയുന്ന ഇന്നത്തെ മദാഇൻ സാലിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ ഹിജ്ർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലം. അവിടെ പോയിട്ടായിരുന്നു അവർ പാർത്തിരുന്നത്. വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്ർ അൽ മുർസലീൻ, അസ്ഹാബുൽ ഹിജ്ർ മുർസലീങ്ങളെ കളവാക്കി എന്ന് പറഞ്ഞാൽ. അസ്ഹാബുൽ ഹിജ്ർ എന്ന് പറഞ്ഞാൽ മദാഇൻ സാലിഹിൽ ആ വാദി സാലിഹിൽ പാർത്തിയിരുന്ന ആളുകളാണ്. അവർ സമൂദ് ഗോത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദിൻ്റെ പിന്മുറക്കാരാണ് ആര്, സമൂദ്. ആദ് വസിച്ചിരുന്നത് അഹ്കാഫിൽ
സമൂദ് വസിച്ചിരുന്നത് ഇവിടെ വാദി അൽ ഖുറയിൽ. അവിടെ അവർ ചെയ്തിരുന്നത് എന്താണ്? ജാബു സഹ്റ ബിൽവാദ്, പാറകൾ തുരന്ന് വീടുണ്ടാക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് ആറാഫിൽ അള്ളാഹു പറയുന്നത് വക്കാനു യൻഹിതൂന മിനൽ ജിബാലി ബുയൂത്താണ്. വക്കാനു യൻഹിതൂന മിനൽ ജിബാൽ, പർവ്വതങ്ങളിൽ നിന്ന് അവർ തുരന്നുണ്ടാക്കുമായിരുന്നു ബുയൂത്തൻ, വീടുകളെ എന്നാണ്. അവരെന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, അള്ളാഹു അവരോട്, അവർ നമ്മൾ സൂറത്തിൽ എവിടെ പറഞ്ഞത് ഇവരെക്കുറിച്ച്, സമൂദിനെ കുറിച്ച് പറഞ്ഞത്? സൂറത്ത് ഷംസിൽ പറഞ്ഞു കദ്ദബത് സമൂദ് ബിതഖ്വാഹ ഇദിൻ ബഅസ അശ്ഖാഹ. അവിടെ പിന്നെ അവർ ഒട്ടകത്തെ അർത്ഥ സംഭവമൊക്കെ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്, അവരുടെ നേരെ ഒരു ഘോര ശബ്ദമാണ്, അവരുടെ നാട്ടിൽ ഒരൊറ്റ ശബ്ദമാണ്. ആ ശബ്ദത്തിൽ അവർ അവരുടെ ഭവനങ്ങളിൽ പ്രജ്ഞയറ്റ് ജീവനറ്റ് വീഴുകയാണ് ചെയ്തത്, നശിക്കുകയാണ് ചെയ്തത്. അതും പിന്നെ 3 ദിവസം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്, ഇട നൽകി. 3 ദിവസം ഇട നൽകിയതിന് ശേഷമാണ് പിന്നെ അവർക്ക് എന്ത് ചെയ്ത്, ശിക്ഷ വന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ഭവനങ്ങളിൽ അവർ പ്രജ്ഞയറ്റ് നിലംപരിശായി നശിക്കേണ്ടായി. സമൂദ് അല്ലദീന ജാബു സഖറ ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ്. എന്താ ഫിർഔന ദിൽ ഔതാദ്? വത്തതുകളുള്ള ഫിർഔനെയും ഉണ്ടാ. ഇവിടെ ഫിർഔനെയും എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി സമൂദ്, പിന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ഫിർഔൻ. ഫിർഔനെ കൊണ്ട് നിന്റെ റബ്ബ് എപ്രകാരം ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? അതാണ് ഈ വാവ് കാത്തുഫിൻ്റെ വാവ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ഫിർഔനെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു? എങ്ങനെ ചെയ്തത്? ഫിർഔൻ എന്താ ചെയ്തത്? ഫിർഔൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രജലത്തിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്, അവനെയും അവൻ്റെ കിങ്കരന്മാരെയും. ഫിർഔൻ ആരാണ്? ദിൽ ഔതാദാണ്. ദിൽ ഔതാദ് എന്ന് പറഞ്ഞാൽ എന്താ മാന? വത്തത് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ? ആണി, കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. ഔതാദ്, വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ ഭൂമിക്ക് ആണികൾ എന്നാണ് അല്ലേ? അപ്പോൾ അതേപോലെയാണ് വത്തത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആണി, കുറ്റി എന്നൊക്കെയാണ് അർത്ഥം. അതേപോലെ ശക്തിക്കും എന്തു പറയും? വത്തത് ഔതാദാണ്, ശക്തി, ശക്തിക്ക്. അപ്പോൾ ഫിർഔനെയും നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? ഫിർഔൻ ആരാണ്? ദിൽ ഔതാദ്, വത്തതുകൾ ഉള്ളവനാണ്. എന്താണ് ഈ വത്തത് കൊണ്ടുള്ള ഉദ്ദേശം? ചിലർ പറഞ്ഞു ഊക്ക്. എന്താ ഊക്ക് പറഞ്ഞ? ശക്തി, നല്ല സൈനിക ശേഷിയും അതേപോലെ തന്നെ ഊക്കുള്ള ആളായിരുന്നു ആര്? ഫിർഔൻ. അതുകൊണ്ടാണ് തിരുവാഴ്മൊഴിക്ക് എതിർവാഴ്മൊഴി ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഫിർഔൻ എന്ത് ചെയ്തിരുന്നത്? പിന്നെ ഈ ഫിർഔൻ പിന്നെ ഈ അവിടുത്തെ ഈ ഇസ്രായേലിയരെ എന്ത് ചെയ്തിരുന്നത്? അടക്കി വാണിയിരുന്നത്. അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടു, അവരിലെ ആണുങ്ങളൊക്കെ വധിച്ചു. ആണുങ്ങളെ കൊല്ലുക, പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് ഫിർഔൻ്റെ തൊഴിലാണ്. അതേപോലെ തന്നെ ഫിർഔൻ എന്താണോ ഗർജിക്കുന്നത് അതായിരുന്നു ആ ജനതയുടെ ആദർശം. അന റബ്ബുക്കും അല്ല ആല, ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് സമ്മതിച്ചോളണം. അതേപോലെ തന്നെ ഹല്ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് സമ്മതിക്കണം. ഇങ്ങനെയായിരുന്നു ഫിർഔൻ്റെ ഊക്ക്. അതുകൊണ്ടാണ് ഫിർഔന ദിൽ ഔതാദ്, നല്ല. അതേപോലെ തന്നെ അവൻ്റെ സൈന്യം, അത് കായിക ശേഷിയുള്ളവരും അതേപോലെ മാരണക്കാരായ കുറേ അങ്ങനത്തെ സൈന്യവും ആർക്കുണ്ടായിരുന്നു? ഫിർഔനുണ്ടായിരുന്നു. ചിലർ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഊക്കുള്ള ഫിർഔൻ. ചിലർ പറഞ്ഞത് അവിടെ വത്തത് ഔത്താദ് എന്ന് പറഞ്ഞെങ്കിൽ പിരമിഡുകളാണ്. പിരമിഡുകൾ, അഹ്റാം. ഈജിപ്തിൽ എന്തുണ്ട്? പുരാതന കാലം മുതൽ എന്തുണ്ട്? പിരമിഡുകളുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പിരമിഡുകളുടെ വക്താവായ ഫിർഔൻ. ചില പറഞ്ഞത് ഫിർഔൻ്റെ പീഡനമുറകൾ ഉണ്ടല്ലോ, ഫിർഔൻ ആളുകളെ പീഡിപ്പിക്കാൻ ചെയ്തിരുന്നത്, ആളുകളെ മണൽപ്പറമ്പിലും മറ്റും മലർത്തിക്കിടത്തിയിട്ട് എന്ത് ചെയ്യും? അവരെ പിന്നെ അവരുടെ കൈക്കാലുകളിൽ ആണികൾ തറക്കും. എന്നിട്ടായിരുന്നു അവൻ്റെ ശിക്ഷാമുറകൾ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളതാണ്. ആസിയ ബിന്ദു മുസാഹിമിനെയൊക്കെ ഫിർഔൻ ശിക്ഷിക്കണം അങ്ങനെയാണ്. കൈക്കാലുകൾ ബന്ധിച്ചിട്ട്, കുറ്റിയടിച്ചിട്ട് കൈക്കാലുകൾ ഭാഗങ്ങളിലേക്ക് ബന്ധിക്കുക, എന്നിട്ട് പീഡിപ്പിക്കുക. അത് ഫിർഔൻ്റെ ഒരു മുറയായിരുന്നു. അതുകൊണ്ടാണ് ദിൽ ഔതാദ് എന്ന് പറഞ്ഞത്. ഒക്കെ ഫിർഔനെ സംബന്ധിച്ചിടത്തോളം
ഒക്കെ ഫിറൗനെ സംബന്ധിച്ചിടത്തോളം കൃത്യനായ ഫിറൗൻ അങ്ങനത്തെ ഒരു ദുഷ്ടനായിരുന്നു ലഅനഹുല്ല. അപ്പോൾ വഫിർഔനദിൽ ഔതാദ് ഉള്ള വത്തതുകളുള്ള ഫിർഔനെയും നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ അറിഞ്ഞില്ലേ? ഖലാസ്, അതിൻ്റെ ഉദ്ദേശം മനസ്സിലായ? എന്നിട്ട് അള്ളാഹു പറയണം അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫിഹൽ ഫസാദ്. അല്ലദീന എങ്ങനെയുള്ളവരാണ് ഇവരൊക്കെ? ആദ്, സമൂദ്, ഫിർഔൻ. അല്ലദീൻ അവർ എങ്ങനെയുള്ളവരാണ്? തഗൗ അവർ അതിക്രമം പ്രവർത്തിച്ചു ഫിൽ ബിലാദ് നാടുകളിൽ ഈജിപ്തിൽ, അതേപോലെ ഹിജറിൽ, അതേപോലെ അഹ്കാഫിൽ അതിക്രമകാരികളായിരുന്നു ആര്? ഈ ആളുകൾ. അല്ലദീന തഗൗ ഫിൽ ബിലാദ് നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചവരായിരുന്നു ഇവർ. ഫഅക്സറു ഫിഹൽ ഫസാദ്. ഫഅക്സറു അതിനാൽ അതിക്രമം അവർ പ്രവർത്തിച്ചതിനാൽ അക്സറു ഫിഹ നാടുകളിൽ അവർ എന്താണ് വർദ്ധിപ്പിച്ചു. അൽ ഫസാദ് കുഴപ്പങ്ങൾ. ഫഅക്സറു ഫിഹൽ ഫസാദ് നാടുകളിൽ അവർ ഫസാദ് യഥേഷ്ടം ചെയ്തു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ഫസബ്ബ അലൈഹിം എന്നാണ് അതിനാൽ, അത് കാരണത്താൽ. സബ്ബ അലൈഹിം അവരുടെ മേൽ സബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു. റബ്ബുക അതിൻ്റെ റബ്ബ് എന്താ ചൊരിഞ്ഞത്? സൗത അദാബ് എന്ന് പറഞ്ഞാൽ സൗത്ത് പറഞ്ഞാൽ തോല് പിരിച്ചുണ്ടാക്കുന്ന ചെമ്മട്ടി. ശക്തമായ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന ചെമ്മട്ടിക്കാണ്, തോല് പിരിച്ചുണ്ടാക്കുന്ന ചെമ്മട്ടിക്കാണ് സൗത്ത് എന്ന് പറയാം. സൗത്ത് അതാന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ ചെമ്മട്ടി. ഫസബ്ബ അലൈഹിം റബ്ബുക് നിൻ്റെ റബ്ബ് അവരുടെ മേൽ ചൊരിഞ്ഞു. സൗത്ത് അദാബ് ശിക്ഷയുടെ ചെമ്മട്ടി. ചൊരിഞ്ഞു പറഞ്ഞാൽ എന്താ? എന്ത് ചൊരിഞ്ഞു പറഞ്ഞാൽ? ചൊരിയലിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഉറ്റിക്കലുണ്ട് അല്ലേ, പാർന്നു കൊടുക്കും, ഉറ്റിക്കും. അതൊക്കെ കുറച്ചായിരിക്കും. ചൊരിഞ്ഞാലോ? ചൊരിഞ്ഞാൽ ഒന്നായിട്ടാണ് അല്ലേ, ഒന്നായിട്ടാണ്. പിന്നെ മാത്രമല്ല പിന്നെ ആധിക്യത്തെയും അതേപോലെ തന്നെ കാഠിന്യത്തെയാണ് ചൊരിയ എന്നുള്ളത് അറിയിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ഈ വിഭാഗത്തിന് നേരെ വന്ന ശിക്ഷയുടെ പ്രത്യേകത അത് അതികഠിനമായിരുന്നു, അത് ധാരാളമായിരുന്നു. അതുകൊണ്ട് അത് അറിയിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസബ്ബ അലൈഹിം അവരുടെ മേൽ ഫസബ്ബ അലൈഹിം അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക്ക് നിൻ്റെ റബ്ബ് സൗത അദാബ് ശിക്ഷയുടെ ചെമ്മട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായിരുന്നു പ്രഹരം, വളരെ കൂടുതലുമായിരുന്നു പ്രഹരം. ഫഅക്സറു ഫിൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. എന്തിനാണ് നിൻ്റെ റബ്ബ് ശിക്ഷയുടെ ചെമ്മട്ടി അവരുടെ മേൽ ശക്തമായി കൂടുതലായി പതിപ്പിച്ചത്? അതിൻ്റെ കാരണം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും എന്ന് മാത്രമല്ല അർത്ഥം, പിന്നെയോ കാരണം എന്ന് അർത്ഥമുണ്ട്. തഅലീലിൻ്റെ ഇന്നയാണ് കാരണം. റബ്ബക് നിൻ്റെ റബ്ബ് ലബിൽ മിർസാദ്. നിരീക്ഷണത്തിലാകുന്നു, നിരീക്ഷണ സ്ഥാനത്താകുന്നു. മിർസാദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷണ സ്ഥലം. ലബിൽ മിർസാദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിരീക്ഷണ സ്ഥലത്തിൽ ആകുന്നു. ഇന്ന റബ്ബക് ലബിൽ മിർസാദ് തീർച്ചയായും നിൻ്റെ റബ്ബ് നിരീക്ഷണ സ്ഥലത്തിലാകുന്നു. അതുകൊണ്ട് റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. റബ്ബ് നിരീക്ഷണ സ്ഥലത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിനാൽ സദാ എല്ലാം കാണുകയും സദാ എല്ലാം വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആര്? റബ്ബ്. അതുകൊണ്ടാണ് ശിക്ഷ അർഹിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി തുടർച്ചയായി ശിക്ഷ നൽകിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഖലാസ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.